ഈ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ അടുത്ത് ഹീൽ ചെയ്യാൻ വന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ്. ഭാര്യ, ഭർത്താവ്, 2 കുട്ടികൾ. അപ്പോൾ ഇവർ കുറേ കാലങ്ങളായിട്ട്, അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് വന്ന ആളായിട്ട് ഞാൻ സംസാരിച്ച് പറഞ്ഞാലോ. അപ്പോൾ അദ്ദേഹം കുറേ കാലങ്ങളായിട്ട് ഈ ബാധാവിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ച് നടന്ന് പല സ്ഥലങ്ങളിലൊക്കെ പോയി പല ആൾക്കാരെയും കാണുകയും പല ഹീലിംഗ് മെത്തേഡ്സ് ചെയ്യുകയൊക്കെ ചെയ്ത ഒരാൾ കൂടിയാണ്. പക്ഷെ അങ്ങനെ എൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് പുള്ളിക്കാരനെ ഞാനുമായിട്ട് കണക്ട് ചെയ്യണമെന്ന് തോന്നിയത്. ഒരു സത്യസന്ധമായിട്ട് പറയുന്ന ഒരാളാണെന്ന് പുള്ളിക്കാരൻ അങ്ങനെ ഫീൽ ചെയ്തത്രേ. അങ്ങനെയാണ് പുള്ളിക്കടുത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു മകളുടെ ഹീലിംഗ് എൻ്റെ അടുത്ത് എടുത്തായിരുന്നു. അതെടുത്തപ്പോൾ തന്നെ പുള്ളിക്കാരനും റിസൾട്ട് കിട്ടി. സിംഗിൾ സെഷൻ കഴിഞ്ഞപ്പോൾ തന്നെ മാറ്റം ആ കുട്ടി പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ അവരുടെ വീട്ടിലെ 4 പേരുടെ ഹീലിംഗ് നമ്മൾ ചെയ്തു കൊടുത്തു. ഭാര്യ രണ്ടാമത് ചെയ്തു, പിന്നെ ഇളയ മോൾക്ക് ചെയ്തു, പുള്ളിക്കാരൻ ചെയ്തു. അപ്പോൾ 4 പേരുടെ ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. 4 ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കും എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മുടെ ഫാമിലികൾ ഇഷ്ടംപോലെ ചെയ്യാൻ വരാറുണ്ട്. ഫാമിലിയായിട്ട് ഇപ്പോൾ ഒരാൾ വന്ന് പിന്നെ എല്ലാവരും കുറേ വരും. കുറേ പേരങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലും ഇതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയധികം മാന്ത്രിക കർമ്മങ്ങളിന് അടിമയായിട്ടുള്ള അല്ലെങ്കിൽ അതിനുള്ളൊരു വ്യക്തിമായിട്ടുള്ള ഒരു കുടുംബം വരുന്നത്. ഒത്തിരി ബ്ലാക്ക് മാജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ കഴിഞ്ഞിട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയത്. അത്രയധികം ബ്ലാക്ക് എനർജീസ് അവരുടെ ശരീരത്തിലുണ്ടായിരുന്നു, ഓരോരുത്തരുടെ ശരീരത്തിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ചെയ്തിട്ടിപ്പോൾ ഒരു 3-4 ദിവസമായെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പോൾ ലൂസ് മോഷൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതുപോലെ വൊമിറ്റിങ്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ വിഷമിക്കേണ്ട, ഈ ശുദ്ധീകരണ ഭാഗമായിട്ട് ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതുപോലെ വൊമിറ്റിങ് മുമ്പ് എൻ്റെ അടുത്ത് ഒരാൾ റിപ്പോർട്ട് ചെയ്തു. അയാൾ ഹീൽ ചെയ്യാൻ വരുമ്പോൾ എപ്പോഴും അയാൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഹീൽ ചെയ്യാൻ വന്നു. ഇവിടെ ഉള്ള ആളല്ല, അയാൾ കാനഡയിലുള്ളതാണ്. പുള്ളിക്കാരനെ വൊമിറ്റ് ചെയ്യും. കാരണം കൈവിഷം ഇടക്കിടക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൈവിഷം കൊടുക്കുന്നത് പുള്ളിയുടെ തൊട്ടടുത്ത ആൾ തന്നെയാണ്. പക്ഷേ അതൊരു ഒരു കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ കൈവിഷം കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ ഹീലിങ്ങിന് ഇരിക്കുന്ന സമയത്ത് തന്നെ പോയി വൊമിറ്റ് ചെയ്ത 2 അനുഭവങ്ങൾ എനിക്കുണ്ട്. ഈ കൈവിഷം ഉണ്ടെങ്കിൽ വൊമിറ്റ് ചെയ്യും. അപ്പോൾ കൈവിഷം നമ്മളെ ഈ ഹീലിങ്ങിൽ മാറിപ്പോകുന്നുണ്ട്. അത് വളരെ നീറ്റായിട്ട് മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ കൈവിഷ സംബന്ധമായ കേസുകൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്കും ഇതുപോലെ തന്നെ കൈവിഷം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വൊമിറ്റിങ്ങും ലൂസ് മോഷനൊക്കെ അവർക്ക് ഉണ്ടായത്. അപ്പോൾ അവരും പറഞ്ഞ് വളരെ വ്യത്യാസമുണ്ട്. ബോഡി ഭയങ്കര ലൈറ്റായി, ഒരു സന്തോഷ സമാധാനം, ശാന്തി സമാധാനമൊക്കെ ഉണ്ട്. പിന്നെ മൊത്തത്തിൽ അവർക്ക് ആ വേദനകൾ ഒരു 70% വേദനകൾ മാറിപ്പോയി, ഇൻസ്റ്റൻ്റായിട്ട് തന്നെ മാറിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നറിയോ, ഈ ഇതുപോലെ ബ്ലാക്ക് എനർജീസിൻ്റെ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിൽ പല സ്ഥലങ്ങളിലും അവർ ഞെക്കിപ്പിടിക്കുന്ന പോലെ ഓരോ ഓർഗൻസിനെയും അവർ അറ്റാക്ക് ചെയ്യും. അങ്ങനെയാണ് വലിയ അസുഖങ്ങൾ ഉണ്ടാകുന്നതെന്നുള്ളത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. കാരണം നമ്മൾ ഹീൽ ചെയ്ത് ഇതിനങ്ങനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ, അതിൻ്റെ റൂട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ നെഗറ്റീവ് എൻറ്റിറ്റീസിനെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ, ബ്ലാക്ക് എനർജീസിനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ അന്ന് മുതൽ അവരുടെ ബോഡി ഹീലിംഗ് സ്റ്റാർട്ടാവുകയാണ്. എന്ന് വെച്ചാൽ ഫിസിക്കൽ ലെവലുള്ള ഹീലിംഗ് സ്റ്റാർട്ടാവുന്നു. നമ്മൾ ഫിസിക്കൽ ഹീലിംഗ് ചെയ്യാറില്ല. പണ്ട് ഞാൻ റേക്കിക്കകത്ത് ഫിസിക്കൽ ഹീലിംഗ് ഇഷ്ടംപോലെ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യണത് എനർജി ലെവലുള്ള ഹീലിംഗ് ആണ്. ഇതുപോലത്തെ ഹീലിംഗ് ആണ് ചെയ്യുന്നത്. അത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അന്ന് മുതൽ തന്നെ അവരുടെ ഫിസിക്കൽ ബോഡിയുടെ ഹീലിംഗും ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടാവുകയാണ്. 21 ഡേയ്സിനുള്ളിൽ അവർ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറുന്ന കാഴ്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മഹാകാളി ഹീലിംഗ് ഇത്രയധികം പോപ്പുലറായിട്ട് വരുന്നതിൻ്റെ ഒരു കാര്യം ഇത് തന്നെയാണ്. അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിക്കുക, താല്പര്യമുള്ളത് ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ വന്നാൽ മതി എൻ്റെ അടുത്ത്. ആ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. ആ വിശ്വാസത്തോടെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള മാറ്റങ്ങൾ, ആ ദേവിയുടെ അനുഗ്രഹം, അതാണ് ഏറ്റവും വലിയ കാര്യം. ദേവിയിൽ വിശ്വസിക്കുക, ദേവിയുടെ ആ ഒരു പാതയിൽ സഞ്ചരിക്കുക എന്നുള്ള ഓടി എൻ്റെ പുറകിലുണ്ട് കേട്ടോ. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള മഹാകാളിയാണ് നമ്മളോട് ഇരിക്കുന്നത്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.